Hi, this is Sachin Wilson and welcome back to another video of this Python tutorial series. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തണിനകത്തെ ടപ്പിൾ എന്ന് പറയുന്ന ഒരു ഡാറ്റാ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ടപ്പിൾ എന്ന് പറയുന്ന ഡാറ്റാ സ്ട്രക്ചറെ നമ്മൾ ലിസ്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഡാറ്റാ സ്ട്രക്ചറാണ്. അപ്പോൾ ടപ്പിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വേരിയബിളിന്റെ നെയിം കൊടുക്കുക, എന്നിട്ട് ലിസ്റ്റിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സ്ക്വയർ ബ്രാക്കറ്റ്സ് ആയിരുന്നില്ലേ, അതിന് പകരം നമ്മളിവിടെ പാരാന്തസിസ് അല്ലെങ്കിൽ റൗണ്ട് ബ്രാക്കറ്റ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റൗണ്ട് ബ്രാക്കറ്റ്സിനകത്ത് ഇതുപോലെ പല വാല്യൂസ് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് ഒക്കെ കൊടുത്തെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ രീതിയിലാണ് നമ്മളൊരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഈ രീതിയിൽ നമുക്കൊരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ടപ്പിളിന്റെ പ്രത്യേകത എന്താ അറിയോ, നമ്മൾ ലിസ്റ്റിന്റെ കേസിൽ വരുമ്പോൾ നമുക്ക് ലിസ്റ്റിനകത്തെ ഓരോ ഐറ്റത്തിനെ വന്നിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. ഇപ്പൊ ഞാനിവിടെ TP ഓഫ് 0 എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അത് അസൈൻ 30 എന്ന് പറഞ്ഞു കൊടുത്തു എന്ന് വിചാരിക്കാം. ഇത് റൺ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടപ്പിൾ എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചർ ഇമ്മ്യൂട്ടബിൾ ആണ്. അതായത് നമുക്ക് അതിനകത്തെ വാല്യൂസിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇതുപോലെ ടപ്പിൾസിന് കുറച്ച് പ്രത്യേകത ഉണ്ട്. അതിനകത്ത് ആദ്യത്തേത് പറയുകയാണെന്നുണ്ടെങ്കിൽ ടപ്പിൾ എന്ന് പറയുന്നത് എപ്പോഴും ഓർഡേർഡ് ആയിരിക്കും. ഓർഡേർഡ് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ടപ്പിളില്ലേ, ഈ ടപ്പിളിനെ എത്ര തവണ പ്രിന്റ് ചെയ്താലും എനിക്ക് ഈ ഒരു ഓർഡറിൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. അതായത് എവിടേക്ക് ഞാൻ ഈ ടപ്പിളിനെ യൂസ് ചെയ്താലും ഈ ഓർഡർ തെറ്റി ഒരിക്കലും ഈ ടപ്പിളിനകത്തെ ഐറ്റംസ് വരത്തില്ല. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടപ്പിളിനകത്തെ ഓരോ എലമെന്റ്സിനെ എനിക്ക് ഇൻഡെക്സ് വൈസ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതൊന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റിനകത്ത് ഞാൻ ടപ്പിൾ ഓഫ് 0 എന്ന് പറഞ്ഞ് കൊടുത്തു. നമ്മൾ ലിസ്റ്റിനകത്തും സ്ട്രിങ്ങിനകത്തും ഒക്കെ ചെയ്ത പോലെ തന്നെയാണ്. ഓഫ് 0 എന്ന് കൊടുക്കുമ്പോൾ സീറോത്ത് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇൻഡെക്സിൽ ഇരിക്കുന്ന ഐറ്റം ഏതാണോ അത് പ്രിന്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ രണ്ടാമത്തെ എലമെന്റ്, അതായത് ഫസ്റ്റ് ഇൻഡെക്സിലുള്ള എലമെന്റ് ആയിരിക്കും വരുന്നത്. ഇനി ഇത് പോസിറ്റീവ് ഇൻഡെക്സിംഗ് ആയിരുന്നു. നമ്മൾ നെഗറ്റീവ് ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ലിസ്റ്റിന്റെ കേസിലൊക്കെ, അതിവിടെയും വരുന്നുണ്ട്. ഞാനിപ്പോൾ -1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ ടപ്പിളിനകത്തെ അവസാനത്തെ എലമെന്റിനെ ആയിരിക്കും കിട്ടുന്നത്. കണ്ടില്ലേ, അശ്വിൻ എന്ന് പറയുന്ന ആ ഒരു ലാസ്റ്റ് എലമെന്റിനെ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ടപ്പിൾസിന്റെ കേസിൽ വരുന്ന വേറൊരു ഫീച്ചറാണ്. പിന്നെ അതിനുശേഷം വരുന്നതാണ് ടപ്പിൾ എന്ന് പറയുന്ന ഒരു ഇമ്മ്യൂട്ടബിൾ ആണ് എന്നുള്ളൊരു കാര്യം. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടപ്പിളിനകത്തെ എലമെന്റ്സിനെ നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എറർ വരും. കാരണം ടപ്പിൾ വൺസ് ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്തെ വാല്യൂസിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ടാണ് അത് ഇമ്മ്യൂട്ടബിൾ ആണ് എന്ന് പറയുന്നത്. ഇനി ടപ്പിൾ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിസ്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ടപ്പിൾസ് കൂടുതൽ മെമ്മറി എഫിഷ്യൻറ്റും കൂടുതൽ ഫാസ്റ്ററും ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ടപ്പിൾസ് യൂസ് ചെയ്യുന്നത്. ഇനി ടപ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചധികം മെത്തേഡ്സ് ഉണ്ട്. അതിലൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതുപോലെ പരാന്തസിസ് യൂസ് ചെയ്തിട്ട് അതിനകത്ത് വാല്യൂസ് ഫില്ല് ചെയ്തുകൊണ്ടാണ്. ഇനി ഞാൻ ഈ പരാന്തസിസ് യൂസ് ചെയ്തില്ല എന്ന് വിചാരിക്കാം. എന്നിട്ട് ഞാൻ ഈ ഒരു ടപ്പിളിനെ പ്രിന്റ് ചെയ്തു. ഓക്കെ, പ്രിന്റ് TP എന്ന് കൊടുത്തു. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ അതിന്റെ ടൈപ്പും കൂടെ അങ്ങ് പ്രിന്റ് ചെയ്യാം. ഓക്കെ, TP എന്ന് പറഞ്ഞു കൊടുത്തു. കോഡ് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ലേ, അതെനിക്ക് ടപ്പിളായിട്ട് തന്നെയാണ് പ്രിന്റ് ചെയ്ത് കിട്ടിയത്. ഞാനിവിടെ പരാന്തസിസ് യൂസ് ചെയ്തില്ല, എന്നാലും എനിക്കത് ടപ്പിളായിട്ട് തന്നെയാണ് കിട്ടിയത്. അതുപോലെ തന്നെ എൻ്റെ ടൈപ്പ് നോക്കിയപ്പം അതും ടപ്പിൾ എന്ന് തന്നെയാണ് കാണിച്ചത്. ഇനി നമുക്ക് ഈ ഒരു ടപ്പിളിനകത്ത് ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ, സിംഗിൾ എലമെന്റ് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പരാന്തസിസ് കൊടുത്തിട്ട് ആ ഒരു എലമെന്റ്, ഇപ്പൊ 10 എന്ന് പറയുന്ന എലമെന്റ് ആണ് ഞാൻ കൊടുത്തത്, ആ എലമെന്റ് കൊടുത്തതിന് ശേഷം ഒരു കോമയും കൂടെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുശേഷം ആ കോഡ് ഒന്ന് റൺ ചെയ്യുകയാണെങ്കിൽ കണ്ടില്ലേ, സിംഗിൾ എലമെന്റ് ഒരു ടപ്പിൾ നിങ്ങൾക്ക് ജനറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടപ്പിൾസിനകത്ത് ജനറൽ ആയിട്ട് കുറച്ച് ഫംഗ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യും. അതായത് ടപ്പിൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഓരോ ഫംഗ്ഷനാലിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ഫംഗ്ഷൻസ് യൂസ് ചെയ്യും. അതിൽ രണ്ടുമൂന്നെണ്ണമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഞാനൊരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്യാണ്. നമുക്ക് ലെറ്റ്സ് സേ 10, 20, അതുപോലെ തന്നെ എൻ്റെ പേരും കൂടെ കൊടുക്കാം. ഓക്കെ, ഇനി എനിക്ക് ഈ ടപ്പിളിന്റെ ലെങ്ത് കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ലിസ്റ്റിൽ ചെയ്ത പോലെ തന്നെ ലെൻ ഓഫ് TP എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. എന്നിട്ട് കോഡ് റൺ ചെയ്യുകയാണെങ്കിൽ കണ്ടില്ലേ, ഇവിടെ 3 എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് തൽക്കാലം ഒരു വാല്യൂ കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഞാൻ 2 എന്ന് പറഞ്ഞ് ചുമ്മാ കൊടുത്തു. എന്നിട്ട് ലെങ്ത് നോക്കുമ്പോൾ കണ്ടില്ലേ, 4 എന്ന് പറയുന്നതാണ് എൻ്റെ ലെങ്ത് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ലെങ്ത്തിൽ ചേഞ്ചസ് വന്നാലും അതിവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ലെങ്ത് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ടപ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു ഫോർമാറ്റിലായിരുന്നു എന്ന് വിചാരിക്കാം. ഇനി ഇതിനകത്ത് എനിക്ക് ചെയ്യേണ്ടത് കൗണ്ട് എടുക്കണം. നമ്മൾ ലെങ്ത്തിൽ ചെയ്തില്ലേ, അതായത് ഒരു ഐറ്റം നമ്മുടെ കയ്യിലുണ്ട്, ഒരു കീ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. ആ ഒരു ഐറ്റം
ലിസ്റ്റിനകത്ത് എത്ര തവണ വന്നിട്ടുണ്ടെന്ന് നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ടപ്പിളിനകത്ത് ഒരു ഐറ്റം തന്നിട്ട് ആ ഐറ്റം എത്ര തവണ ഈ ടപ്പിളിൽ ഉണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? TP ഡോട്ട് കൗണ്ട് എന്ന് തന്നെ കൊടുത്താൽ മതി. എനിക്കിപ്പോൾ 10 എത്ര തവണ വന്നിട്ടുണ്ട്? 10 കണ്ടില്ലേ ഇവിടെ 1, 2 തവണ വന്നിട്ടുണ്ട്. നമുക്ക് കൂടെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ 2 എന്ന് പറയുന്ന ഔട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ 10 2 തവണ വന്നിട്ടുണ്ട്. അതുകൊണ്ട് TP ഡോട്ട് കൗണ്ട് കൗണ്ട് ഓഫ് 10 എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേനും എനിക്ക് അതിന്റെ കൗണ്ട് 2 എന്നുള്ളത് കിട്ടുന്നുണ്ട്. ഓക്കെ. ഇനി നമുക്ക് ഈ 10 എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ്, ലെറ്റ്സ് സേ നമ്മുടെ ടപ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു ഫോർമാറ്റിലായിരുന്നു ഇരുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് 10ന്റെ ഇൻഡെക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 10ന്റെ ഇൻഡെക്സ് കണ്ടുപിടിക്കുമ്പോഴത്തേനും നമ്മൾ ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യും? TP ഡോട്ട് ഇൻഡെക്സ് ഓഫ് 10 എന്ന് കൊടുത്താൽ മതി. ഈ ഇൻഡെക്സ് ഓഫ് 10 എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടപ്പിൾ മൊത്തം ചെക്ക് ചെയ്യും. അതിനകത്ത് ആദ്യം എവിടെയാണോ 10 കിട്ടുന്നത് ആ ഇൻഡെക്സ് റിട്ടേൺ ചെയ്യും. ഓക്കെ. അപ്പോൾ ഇവിടെ ആദ്യം 20 വരുന്നുണ്ട്, 0th ഇൻഡെക്സ്. 10 വന്നു, ഫസ്റ്റ് ഇൻഡെക്സ്. അടുത്ത 10 വരുമ്പോൾ സെക്കൻഡ് ഇൻഡെക്സ്. പക്ഷേ ഇവിടെ 10 ഓൾറെഡി വന്നു ഫസ്റ്റ് ഇൻഡെക്സിൽ. അതുകൊണ്ട് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത് എപ്പോഴും 1 ആയിരിക്കും. നോക്കാം. കണ്ടില്ലേ 1 എന്ന് പറയുന്നതാണ് ഇവിടെ റിട്ടേൺ ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഈ 13 എടുത്തിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് ഫ്രണ്ടിലോട്ട് ഇട്ടു എന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ 10 എന്ന് പറയുന്നത് 0, 1, 2 സെക്കൻഡ് ഇൻഡെക്സിൽ വന്ന് നിൽക്കും. നോക്കാം. കണ്ടില്ലേ 2 എന്ന് പറയുന്ന ആ ഒരു ഔട്ടും എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ. ഇതെന്ന് പറയുന്ന ടപ്പിളിനകത്തെ വേറൊരു കുറച്ച് ജനറൽ ആയിട്ട് വരുന്ന ഒരു ഫങ്ഷൻസ് ആണ്. ഓക്കെ. ഇനി നമുക്ക് ടപ്പിളിനകത്ത് തന്നെ വരുന്ന ഒരു സംഭവമാണ് സ്ലൈസിങ് എന്ന് പറയുന്നത്. അത് നമ്മൾ ലിസ്റ്റിനകത്ത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഐറ്റത്തിനെയൊക്കെ ഈ ടപ്പിളിനകത്ത് സ്പെസിഫിക് ആയിട്ട് കുറച്ച് ഐറ്റത്തിനെ സ്ലൈസ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതാണ് നമ്മുടെ ടപ്പിൾ എന്ന് വിചാരിക്കുക. അതിനകത്ത് 10 ഉണ്ട്, 20 ഉണ്ട്, പിന്നെ ഒരു 10, 30, 40, 50 എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഞാൻ ആ ഇൻഡെക്സും കൂടെ ഒന്ന് സ്പെസിഫൈ ചെയ്തേക്കാം. ഇത് വരുമ്പോഴത്തേനും അത് 0th ഇൻഡെക്സ് ആയിരിക്കും. പിന്നെ വരുമ്പോൾ ഫസ്റ്റ് ഇൻഡെക്സ്, പിന്നെ സെക്കൻഡ്, ഇത് വരുമ്പോൾ തേർഡ്, 4th, 5th. ഓക്കെ. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് എന്താണ്? 1 മുതൽ 4 വരെയുള്ള ഐറ്റത്തിനെ സ്ലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. സ്ലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ മുറിച്ചെടുക്കുക. ഓക്കെ. ഇവിടെ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻഡെക്സ് അതായത് 20 മുതൽ 4 വരെ എന്നാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ 4 ഇൻക്ലൂസീവ് ആയിരിക്കത്തില്ല. 4th ഇൻഡെക്സ് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് ആയിരിക്കും. അതായത് 1 മുതൽ 3 വരെയുള്ളതേ എടുക്കത്തുള്ളൂ. ഓക്കെ. അതായത് 20, 10, 30 ഇത്രയും ഐറ്റംസ് മാത്രമേ എടുക്കത്തുള്ളൂ. നമുക്ക് നോക്കാം. കണ്ടില്ലേ 20, 10, 30 എന്നുള്ള ആ 3 ഐറ്റത്തിനെയാണ് അവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് സ്ലൈസിങ്ങിനകത്ത് സംഭവിക്കുന്നത്. ഓക്കെ. ലിസ്റ്റിനകത്ത് പറഞ്ഞ പോലെ തന്നെ സെയിം തന്നെയാണ് ഇവിടെ വരുന്നത്. ഇനി ടപ്പിളിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പാക്കിങ്, അതുപോലെ തന്നെ അൺപാക്കിങ് എന്ന് പറഞ്ഞ സംഭവം. ഇപ്പം നമുക്ക് ഇതുപോലൊരു ടപ്പിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ടപ്പിളിനകത്ത് എന്തൊക്കെ ഐറ്റമാണ് ഉള്ളത്? എൻ്റെ പേര്, അതുപോലെ എൻ്റെ ഏജ്, പിന്നെ എൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നെയിം, ഏജ്, അതുപോലെ ജോബ് എന്ന് പറഞ്ഞിട്ട് 3 വേരിയബിൾസ് കൊടുത്തിട്ട് ചുമ്മാ ഞാൻ TP എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ. ഇതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? പ്രിന്റ് കൊടുത്തിട്ട് നെയിം കൊടുക്കുന്നു. എന്നിട്ട് ആ ഓരോ വേരിയബിൾസിനെ പ്രിന്റ് ചെയ്തു. ഇവിടെ എന്താ സംഭവിക്കുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം ഞാനിത് എന്താണെന്ന് പറഞ്ഞുതരാവേ. ഇത് കണ്ടില്ലേ അശ്വിൻ, അതിനുശേഷം 20, അതിനുശേഷം ഡെവലപ്പർ. ഈ 3 ഔട്ട്പുട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്ന ഒന്നുമില്ല. നമ്മൾ പാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഈ ഒരു ഡാറ്റാസിനെ, ഇത്രയും സെറ്റ് ഓഫ് ഡാറ്റാസിനെ നമ്മളൊരു ടപ്പിൾ ആക്കി വെക്കുക, അതിനെയാണ് പാക്കിംഗ് എന്ന് പറയുന്നത്. അൺപാക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒന്നുമില്ല. നമ്മൾ ഇതിനകത്ത് എത്ര ഐറ്റം ആണോ ഉള്ളത്, ഇപ്പോൾ ഇതിനകത്ത് 3 ഐറ്റം അല്ലേ ഉള്ളത്, ആ 3 വേരിയബിൾസിനെ നമ്മളിവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യും, കോമ വെച്ചിട്ട് ലിസ്റ്റ് ചെയ്യും. അതിനുശേഷം അസൈൻ ഓപ്പറേറ്റർ കൊടുത്തതിന് ശേഷം ആ ഒരു ടപ്പിളിന്റെ വേരിയബിൾ നെയിം അല്ലെങ്കിൽ ഐഡന്റിഫയർ ഏതാണോ അത് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തെ ഐറ്റം എല്ലാം അൺപാക്ക് ചെയ്ത് ഈ ഓരോ വേരിയബിളിലേക്ക് അസൈൻ ആയിക്കോളും. അപ്പം നെയിമിനകത്ത് ഫസ്റ്റ് ഐറ്റം വരും, ഏജിനകത്ത് രണ്ടാമത്തെ ഐറ്റം വരും, മൂന്നാമത്തെ ഐറ്റം ജോബിനകത്ത് വരും. എന്നിട്ട് ഇത് 3 നമ്മൾ പ്രിന്റ് ചെയ്യുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇതാണ് ഈ ഒരു ടപ്പിൾ അൺപാക്കിങ്ങിനകത്ത് സംഭവിച്ചത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് നെസ്റ്റഡ് ടപ്പിൾസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. നെസ്റ്റഡ് ടപ്പിൾസ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ടപ്പിളിന്റെ ഉള്ളിൽ തന്നെ വേറൊരു ടപ്പിൾ കൊടുക്കാൻ വേണ്ടി നമുക്ക് പറ്റും. അപ്പോൾ അതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ടപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പം അതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇപ്പം നോർമലി ഒരു ടപ്പിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നത്? TPS എന്ന് കൊടുത്തിട്ട് നമ്മളൊരു പാരാന്തസിസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെ ലിസ്റ്റ് ചെയ്യുന്നു അതെല്ലാം ആ ടപ്പിളിന്റെ കണ്ടന്റ് ആണ്, ആ ടപ്പിളിനകത്തെ ഐറ്റം ആണ് വരുന്നത്. ഇപ്പൊ ഞാൻ ഇതിനകത്തൊരു ഇൻറ്റീജർ, ഇതെല്ലാം ഇൻറ്റീജർ വെച്ചിട്ടാണ് ഫില്ല് ചെയ്തേക്കുന്നത്. ഇനി ഇതിന് പകരം ഞാൻ ഇവിടെ ഇടയ്ക്ക് 2ന് പകരം എൻ്റെ പേരാ കൊടുത്തത്. എൻ്റെ പേര് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രിങ് ആയിരിക്കുമല്ലോ. ആ സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ അതും അതിനകത്തെ ഒരു ഐറ്റം ആയിട്ട് തന്നെ കൺസിഡർ ആവും.
അപ്പം അങ്ങനെ ഡിഫറെന്റ് ഡാറ്റ ടൈപ്സ് കൊടുക്കാൻ പറ്റുന്നിടത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ടപ്പിൾ തന്നെ അതിനകത്ത് കൊടുക്കുന്നു. അതായത് നമ്മളൊരു ഇൻഡിജർ കൊടുക്കുന്നു. അതിനുശേഷം ഇതിനകത്ത് രണ്ടാമത്തെ ഐറ്റമായിട്ട് നമ്മൾ വേറൊരു ടപ്പിളാണ് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ ഞാൻ പാരാന്തസിസ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു ടപ്പിൾ തന്നെയാണ് പാസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷമാണ് ഞാൻ ആ മെയിൻ ടപ്പിൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് മെയിൻ ടപ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ക്ലോസ് ചെയ്യുന്നത്. അതിനിടയിൽ ഞാൻ ഒരു ഇൻഡിജർ കൊടുത്തു, പിന്നെ ഒരു ടപ്പിൾ കൊടുത്തു, പിന്നെ വേറൊരു ടപ്പിൾ കൊടുത്തു. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ നെസ്റ്റഡ് ടപ്പിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ടപ്പിളിന്റെ ഉള്ളിൽ വേറെ ടപ്പിൾ കൊടുക്കുന്നത്. ഇനി ഇതിന്റെ ഇൻഡെക്സിങ്ങിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണേ. ഈ ഇൻഡെക്സിങ്ങിനകത്ത് ഞാൻ TP ഓഫ് 0 എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് അതിനകത്ത് ആ ടപ്പിളിനകത്തെ ആദ്യത്തെ എലമെന്റിനെ കിട്ടും. നോർമലി നമ്മൾ ലിസ്റ്റിനകത്തും ടപ്പിളിനകത്തും ഒക്കെ ആക്സസ് ചെയ്യുന്ന പോലെ തന്നെ. ഇനി ഞാൻ TP ഓഫ് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എനിക്ക് കിട്ടാൻ പോകുന്നത് ഈ 2 എന്ന് പറയുന്ന ഐറ്റം മാത്രമായിരിക്കത്തില്ല. കാരണം രണ്ടാമത്തെ ഇൻഡെക്സിൽ ഈ ഒരു ടപ്പിൾ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്നത് ആ ഒരു ടപ്പിൾ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെയാണ് ഞാൻ TP ഓഫ് 2 എന്ന് കൊടുക്കുമ്പോൾ എനിക്ക് അവിടെ കിട്ടാൻ പോകുന്നത് ഈ ഒരു ഫുൾ ടപ്പിൾ ആയിട്ട് തന്നെ ആയിരിക്കും. ഇനി നമുക്കിതൊന്ന് കോഡിങ്ങിൽ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം ഞാൻ അതിന്റെ ബാക്കി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ടപ്പിളിനകത്ത് ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് 1 ആയിരുന്നു. ഓക്കെ, 1. അതിനുശേഷം ഞാൻ ഇത് 0th ഇൻഡെക്സിലായിരിക്കും ഇരിക്കുന്നത്. ഇനി ഫസ്റ്റ് ഇൻഡെക്സിൽ ഇരിക്കുന്നത് വേറൊരു ടപ്പിളാണ്. നമുക്ക് അതിന്റെ ഒരു ഔട്ട് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, കണ്ടില്ലേ, 2, 3 എന്ന് പറയുന്ന ടപ്പിൾ. ആ ടപ്പിൾ ഏതാണ്? ഈ ഒരു ടപ്പിളാണ് അവിടെ വന്നത്. ഇനി ഞാനിവിടെ 2 എന്ന് പറഞ്ഞ് കൊടുത്തു എന്ന് വിചാരിക്കുക. അന്നേരം നിങ്ങൾ ഔട്ട്പുട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കണ്ടില്ലേ, 4, 5 എന്ന് പറയുന്നതാണ് അതിന്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ടപ്പിളിനകത്ത് ഐറ്റം നോർമലി ആക്സസ് ചെയ്യുന്നത്. ഇനി എനിക്ക് ചെയ്യേണ്ടത് എന്താ അറിയോ, ഈ രണ്ടാമത്തെ ടപ്പിൾ, ഈ അകത്തെ ടപ്പിളിന്റെ ഫസ്റ്റ് ഐറ്റം ആണ് എനിക്ക് ആക്സസ് ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ, ആദ്യം എനിക്ക് സെലക്ട് ചെയ്യേണ്ട ഐറ്റം ഏതാണ്? ഈ ഒന്നാമത്തെ ഇൻഡെക്സിലിരിക്കുന്ന ഐറ്റം ആണ്. ആ ഒന്നാമത്തെ ഇൻഡെക്സിലിരിക്കുന്ന ഐറ്റം എന്ന് പറയുന്ന ഒരു ടപ്പിളാണ്. ആ ടപ്പിളിന്റെ 0th ഇൻഡെക്സിലിരിക്കുന്ന ഐറ്റത്തിനെ എനിക്ക് ആക്സസ് ചെയ്യണം. അതായത് 2നെ എനിക്ക് ആക്സസ് ചെയ്യണം. എങ്കിൽ ഞാനിവിടെ 0 എന്ന് പറഞ്ഞ് കൊടുക്കും. ഓക്കെ, എന്നിട്ടൊന്ന് റൺ ചെയ്യുവാണെങ്കിൽ കണ്ടില്ലേ, എനിക്ക് 2 എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടി. ഇനി ഇത് കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ ഇൻഡെക്സിംഗ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ കണ്ടില്ലേ, ഈ TP ഓഫ് 1 എന്ന് പറയുന്ന ഈ ഒരു ഐറ്റത്തിനെയാണ് നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ശ്രമിച്ചത്. ഓക്കെ, ഈ TP ഓഫ് 1 എന്ന് പറയുന്ന ഈ ഒരു എലമെന്റിനെ ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് അവിടെ കിട്ടാൻ പോകുന്നത് ഈ ഒരു ടപ്പിൾ മൊത്തത്തിലായിരിക്കും. ഈ ടപ്പിൾ മൊത്തത്തിൽ കിട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ആ ടപ്പിളിന്റെ ആദ്യത്തെ ഇൻഡെക്സിലുള്ളതാ വേണ്ടത്. അതായത് 2 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, TP ഓഫ് 1 അത് ഓഫ് 0 എന്ന് പറഞ്ഞ് വിളിക്കും. അന്നേരം എനിക്ക് എന്ത് കിട്ടും, 2 കിട്ടും. ഓക്കെ, ഇനി TP ഓഫ് 1 എന്നാണ് വിളിക്കുന്നതെങ്കിലോ എനിക്ക് 3 ആയിരിക്കും കിട്ടുന്നത്. അതായത് TP ഓഫ് 1 എന്ന് പറയുമ്പോൾ ഈ ഒരു ടപ്പിൾ കിട്ടും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 1 വിളിക്കുമ്പോഴത്തേന് എനിക്ക് 3 എന്നും കിട്ടും. 0 എന്നാണ് വിളിക്കുന്നതെങ്കിൽ 2 എന്ന് പറഞ്ഞും കിട്ടും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ അവസാനത്തെ ഇൻഡെക്സിൽ വരുന്നത്. ഇപ്പൊ ഞാൻ TP ഓഫ് 2 എന്നല്ല കിടക്കുന്നത്. ഈ TP ഓഫ് 2 ഓഫ് 0 എന്ന് പറഞ്ഞ് വിളിച്ചാൽ എനിക്ക് 4 കിട്ടും. നോക്കാം, TP ഓഫ് 2 ഓഫ് 0 എന്ന് പറഞ്ഞു കൊടുത്താൽ 4 കിട്ടണം. നോക്കാം, കണ്ടില്ലേ, ഔട്ട്പുട്ടായിട്ട് എനിക്ക് 4 എന്ന് പറയുന്നത് കിട്ടി. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ടപ്പിളിനകത്ത് നെസ്റ്റഡ് ടപ്പിൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേസ് വീഡിയോ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ലേണിംഗ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ